ഹലോ! എന്താണ് എല്ലാരും വിശേഷങ്ങള്? അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമുക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. പിൻട്രസ്റ്റിൽ പോയി നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റിക്കർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതുപോലെ നോക്കി വരക്കാം. ഇനി വരക്കാൻ അറിയാത്തവരാണെങ്കിൽ ഈ ഒരു ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്ത് ഫോണിന്റെ ബ്രൈറ്റ്നസ് കൂട്ടി പേപ്പർ ഇതുപോലെ വെച്ച് അതുപോലെ കോപ്പി ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം 2 എണ്ണം ഞാൻ കോപ്പി ചെയ്ത് വരച്ചിട്ടുള്ളൂ ട്ടോ. ബാക്കിയൊക്കെ ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. എനിക്കതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയി തോന്നിയത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നിങ്ങൾക്ക് പിക്ചേഴ്സ് വരച്ചെടുക്കാട്ടോ. ഇതുപോലെ ക്യൂട്ട് ആയിട്ടുള്ള കവായി സ്റ്റിക്കേഴ്സിന് ഓൺലൈനായിട്ട് 200 രൂപന്റെ അടുത്തായിട്ട് വരുന്നുണ്ട്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഇതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്തെടുക്കാം. ഒരു പേപ്പറും കുറച്ച് കളേഴ്സും ഒരു CD മാർക്കർ ഔട്ട്ലൈൻ ചെയ്യാനും കൂടിയുണ്ടെങ്കിൽ ധാരാളം. നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അങ്ങനെ പിക്ചേഴ്സ് എല്ലാം വരച്ചതിന് ശേഷം ആൽക്കഹോൾ മാർക്കർ യൂസ് ചെയ്ത് കളർ ചെയ്തെടുക്കാം. എല്ലാ പിക്ചേഴ്സും വരച്ചു കഴിഞ്ഞ് കളർ ചെയ്തതിന് ശേഷം CD മാർക്കർ വെച്ച് നമുക്ക് ഇതിനൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ സ്റ്റിക്കേഴ്സായി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് വൈറ്റ് പോർഷൻ അവിടെ നിന്നോട്ടെ. അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുള്ളത്. ഈ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ ഉണ്ടല്ലോ കുറച്ച് മെനക്കേടാന്ന് തോന്നിയ ഒരു ഭാഗം ഈ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ. കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. ചെറിയ ചെറിയ പിക്ചേഴ്സ് അല്ലേ, അപ്പൊ അതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ഇനി സെല്ലോ ടേപ്പ് വെച്ച് ഈ ഒരു സ്റ്റിക്കേഴ്സിനൊന്ന് കവർ ചെയ്തെടുക്കാം. പക്ഷെ ഞാൻ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ ഈ സ്റ്റിക്കേഴ്സ് ആവശ്യാനുസരണം പശ തേച്ചൊട്ടിക്കാന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ ഇവിടെ ഒതുക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഇതുപോലെ ചെയ്തു നോക്കാൻ വേണ്ടി മറക്കരുത്. ചെയ്തു നോക്കിയാൽ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസ് അയച്ചു തരാനും മറക്കരുത് ട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട പറയേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.